ഇവിടെ ഈ പദ്ധതിക്ക് വേണ്ടി ചെലവാകുന്നത് 8,867 കോടി രൂപയാണ്. അതിൽ സംസ്ഥാനം 5,592 കോടി രൂപ ചെലവഴിക്കുന്നു. 817 കോടി രൂപയായി കേന്ദ്രം തരുന്ന പണം തിരിച്ച് പിടിക്കുന്ന സാഹചര്യം. പലിശയായിട്ട് തിരിച്ചടക്കണം, വായ്പയായിട്ട് അടക്കണം. അപ്പൊ കേന്ദ്രത്തിന്റെ സഹായം ഒറ്റ രൂപ പോലുമില്ല, വട്ടപൂജ്യമാണ്. ഈ രാജ്യത്തെ 72 പദ്ധതികൾക്ക് ഇത്തരത്തിൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേന്ദ്രം കൊടുത്തു. 71 പദ്ധതികൾക്കും അത് തിരിച്ചടക്കേണ്ട, കേരളം മാത്രം അത് തിരിച്ചടക്കണം. ഇത് തന്നെയാണ് ദേശീയപാതയുടെ കാര്യത്തിൽ ഉണ്ടായത്. 5,580 കോടി രൂപ ഈ 28 സംസ്ഥാനങ്ങളിൽ കേരളം മാത്രം എടുത്തു കൊടുത്ത് ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നു. UDFന്റെ കാലത്ത് അത് ഉപേക്ഷിച്ചു പോയ പദ്ധതിയാണ്. ആ പദ്ധതി പൂർത്തീകരിക്കുന്നത്, ആ തിരിച്ചു കൊണ്ടുവന്ന് ഭൂമി ഏറ്റെടുക്കാൻ കേരളം പണം മുടക്കി ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് നമ്മൾ കണ്ടുക. എല്ലാ വികസന കാര്യത്തിലും LDFന്റെ സ്ഥിതി ഇതാണ്. കേന്ദ്രം അവഗണിക്കുന്നു, പ്രതിപക്ഷത്തിന്റെ പിന്തുണ കിട്ടുന്നില്ല, കള്ളക്കേസും കൊടുത്ത് ഹൈക്കോടതിയിൽ പോകുന്നു, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് കൊടുക്കുന്നു. എന്നിരുന്നാലും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് പോവുകയാണ്. അതുകൊണ്ട് മൂന്നാം ഘട്ടമാകുമ്പോഴേക്കും ഇവിടെ റെയിൽ കണക്ടിവിറ്റി പൂർത്തീകരിക്കും, റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കും. ഒരാൾക്ക് പോലും പരാതിയില്ലാത്തൊരു പദ്ധതിയായിട്ട് വിഴിഞ്ഞം പദ്ധതിയെ മാറ്റും. അവിടെ സ്ഥലം നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും ജോലി കൊടുക്കും. അവർക്ക് കൊടുത്ത വാക്ക് മുഴുവനായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഉറപ്പ് ജനങ്ങൾക്ക് കൊടുത്തു എന്നതുകൊണ്ടാണ് ആ ജനങ്ങൾ മുഴുവൻ കൂടെ നിൽക്കുന്ന സാഹചര്യം. കേരളത്തിനും രാജ്യത്തിനും ഒക്കെ അഭിമാന മുഹൂർത്തമാണ്. അത്രയും നിർണായകമായ ഒരു തുറമുഖ പദ്ധതി കേരളത്തിൽ നിന്ന് രാജ്യത്തിനായി സമർപ്പിക്കപ്പെടുകയാണ്. വിഴിഞ്ഞം പദ്ധതി രാവിലെ 10:30 കമ്മീഷനിംഗ് നടക്കും. ഇതുപോലെ അഭിമാനാർഹമായ ഒരു വേളയിൽ ആ പദ്ധതി സാക്ഷാത്കരിക്കുന്നതിന്, യാഥാർത്ഥ്യമാകുന്നതിൽ ആർക്കൊക്കെ പങ്കുണ്ടോ അവരെ എല്ലാം നന്ദിയോടെ സ്മരിക്കുക എന്നതല്ലേ മര്യാദ? അതുണ്ടായോ? ഇവിടെ ഒരു സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇന്ത്യയിൽ വൻകിട 13 തുറമുഖങ്ങളുണ്ട്. വളരെ ചെറിയ തുറമുഖങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ ഈ 13 തുറമുഖങ്ങൾക്കും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത മദർഷിപ്പുകൾ സ്വതന്ത്രമായി വന്ന് ലാൻഡ് ചെയ്യാനും കണ്ടെയ്നറുകൾ ഇറക്കി തിരിച്ചു കൊണ്ടുപോകാനും ഒന്നിലധികം മദർഷിപ്പ് ഒരേ സമയത്ത് ലാൻഡ് ചെയ്താൽ പോലും കൃത്യമായിട്ട് അതിന്റെ ഓപ്പറേഷൻ നടക്കുന്ന ഒരു തുറമുഖം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ പണി പൂർത്തീകരിക്കുന്നത്. നിശ്ചയിച്ച കാലയളവിൽ മുമ്പ് ഒന്നാം ഘട്ടം പൂർത്തീകരിക്കാൻ ഇത്ര കാലയളവ് കുറച്ചുകൂടെ സമയം പ്രതീക്ഷിച്ചതായിരുന്നു. അതിൽ വളരെ മുമ്പേ തന്നെ പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം. ഇത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്ന ചോദ്യം ഉയർന്നു കേൾക്കുമ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കാണ്. കാരണം ലോകം മുഴുവൻ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു തുറമുഖമാണ്. ഇന്റർനാഷണൽ കപ്പൽ ലൈൻ പാതയിൽ നിന്ന് ഏകദേശം 10 നോട്ടിക്കൽ മൈൽ അടുത്തുള്ള ലോകത്തുള്ള ഏത് മദർഷിപ്പിനും വന്ന് അടുക്കാൻ പറ്റിയ ഒരു തുറമുഖം ഇവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ എല്ലാ തരത്തിലുള്ള ക്ലെയിമും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ആണ്. പിന്നെ ഇവിടെ ചോദിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടില്ലേ? സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ടീമെല്ലാം വരുന്ന ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഇതിൽ ആരൊക്കെ ഗസ്റ്റായി പങ്കെടുക്കണം എന്നതിന്റെ ഫൈനൽ ഒരു ഉത്തരവ് നൽകേണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൃത്യമായി ആരൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചൊരു പ്രപ്പോസൽ കൊടുത്തു. ആ പ്രപ്പോസൽ അവർ പരിശോധിച്ച് അവസാന ഘട്ടത്തിൽ മാത്രമാണ് അതിന് അപ്രൂവൽ കിട്ടിയത്. ആ അപ്രൂവൽ കിട്ടിയ മുഴുവൻ ആളുകളെയും പ്രോഗ്രാമിന്റെ ഭാഗമായി ക്ഷണിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ സ്റ്റേജിൽ ഇരിക്കുന്നവരുടെ കാര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൺകറൻസ് തരിക. പക്ഷേ ഈ പരിപാടിയിൽ മഹനീയ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകേണ്ട മുഴുവൻ ആളുകൾക്കും കൃത്യമായി കത്ത് കൊടുത്ത് തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാൾവഴികൾ കൃത്യമായി തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 9 കൊല്ലം കൊണ്ട് ഓഖി ദുരന്തം വന്നു, നിപ വൈറസ് വന്നു, നൂറ്റാണ്ടിലെ മഹാപ്രളയം വന്നു, 2019 പ്രളയം വന്നു, കോവിഡ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഒരു ഭാഗത്ത് വലിയ തോതിൽ നമ്മളെ ആക്രമിക്കുമ്പോഴും ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ട് ആ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തീകരിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ഇപ്പോൾ ഇതിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ വന്ന് ഈ കഴിഞ്ഞ 6 മാസത്തെ കാലയളവിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ വന്ന് ഓപ്പറേഷൻ നടത്തിയ ഒരു തുറമുഖം എന്ന പേര് വരെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇവിടെ എല്ലാവരും കൂട്ടിയോജിച്ചുകൊണ്ട് എല്ലാവരെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് പോകുക എന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട്. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിലും അത്തരം സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. ജലമെട്രോയുടെ ഉദ്ഘാടനം, രാജ്യത്ത് തന്നെ ജലമെട്രോ പദ്ധതി ഏറ്റവും ആദ്യം നടപ്പാക്കിയത് കേരളമാണ്. മറ്റൊരു സംസ്ഥാനത്തും ആ സമയത്ത് ഇത്തരത്തിലൊരു പദ്ധതിയില്ല. അതിലടക്കം പ്രതിപക്ഷത്തെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാനാണ് ഗവൺമെന്റ് ആഗ്രഹിച്ചത്. അതുപോലെ AI ക്യാമറയുടെ ഉദ്ഘാടനം പ്രതിപക്ഷത്തെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള തർക്കങ്ങളുമില്ലാതെ അതിന്റെ ഉദ്ഘാടനം നടത്താനാണ് ഗവൺമെന്റ് ആഗ്രഹിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇൻവിറ്റേഷൻ കൊടുത്തത്. അതുപോലെ തന്നെ ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന K-ഫോണിന്റെ ഉദ്ഘാടനവും മാതൃകാപരമായി പ്രതിപക്ഷത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്താനും വളരെ നേരത്തെ തന്നെ ഇൻവെസ്റ്റേഷൻ കൊടുത്തുകൊണ്ട് അതിന്റെ നല്ല പ്രചരണ പദ്ധതികളെല്ലാം നടത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഈ പദ്ധതികളിലെ ഉദ്ഘാടന ഘട്ടങ്ങളിലൊന്നും അതിനോട് സഹകരിക്കാതെ അതിനെതിരെ അഴിമതിയാണെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയ സാഹചര്യമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും സഹകരിക്കണം, പ്രതിപക്ഷവും മാധ്യമങ്ങളും എല്ലാം സഹകരിക്കണം. ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. വരും കാലങ്ങളിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന വൻകിട വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമാണ് എന്നതുകൊണ്ട് ഒരാളെയും അവഗണിക്കുവാനോ ഇതിന്റെ നാൾവഴികൾ മറക്കുവാനോ ഒരു ചരിത്രത്തെയും അവഗണിക്കുവാനോ ഒന്നും തയ്യാറല്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 2016 മുതലുള്ള ഗവൺമെന്റിന്റെ ക്ലെയിം അല്ല, അതിന് മുൻപുള്ള 5 വർഷത്തെ UDF ഗവൺമെന്റ്, അതിന് പിൻപിലുള്ള
പിന്നിലുള്ള 5 വർഷത്തെ LDF ഗവൺമെന്റ് എല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1996 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്താൻ നിർദ്ദേശിച്ച നയനാർ സർക്കാർ, 2001 AK ആന്റണി സർക്കാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ, 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ ഗവൺമെന്റ് അതിന്റെ കൃത്യമായിട്ട് ടെൻഡർ നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്, അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത്, കേന്ദ്ര പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടി അപേക്ഷിച്ചത്, അന്ന് ആ അനുമതി നിഷേധിച്ചത്, 2011 മുതൽ ഉമ്മൻചാണ്ടി സർക്കാർ ആദ്യത്തെ 4 കൊല്ലം വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തിയില്ല, 2015 എഗ്രിമെന്റ് ഒപ്പിട്ടത്, ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു കല്ലിട്ടത്, ആ കല്ല് അവിടെ കിടന്നത്, ആ കല്ല് ഇട്ട സ്ഥലത്ത് കപ്പലോടുന്ന സാഹചര്യം 9ാം വർഷം എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരാളെയും അവഗണിക്കുന്നില്ല, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ അഭിമാന മുഹൂർത്തമായി ആ മുഹൂർത്തത്തെ മാറ്റി ആ സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് LDF സർക്കാരിന്റെ തീരുമാനം. നമുക്കറിയാം, വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അടക്കം തിരിച്ചു ചോദിച്ചിരിക്കുകയാണ് കേന്ദ്രം. കൃത്യമായി പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ സംഭാവന ഇതിൽ വട്ടപൂജ്യമാണ്. അതായത് ഇപ്പോൾ തന്നിരിക്കുന്ന 817 കോടി രൂപ അത് വായ്പ ഇനത്തിലാണ്, അതും തിരിച്ചടക്കണം. അങ്ങനെ തിരിച്ചടക്കേണ്ടി വരുമ്പോൾ 70% പണവും സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് മുടക്കേണ്ടത്. ഈ സാഹചര്യത്തിലും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ ഡേറ്റിന് കാത്തിരുന്ന് 3-4 മാസം അതിനുവേണ്ടി കാത്തിരുന്ന് പ്രധാനമന്ത്രി വന്നിരിക്കുന്നു. നാളെ ഉദ്ഘാടനം. എല്ലാവരും ഇപ്പോൾ ഇതിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരും നയം തിരുത്തി ഈ സ്വപ്ന പദ്ധതിയുടെ ഭാഗമായി യോജിച്ച് അണിനിരക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ വിജയം, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഓക്കെ, അതിനിടയിൽ താങ്കൾ ഒരു കല്ലിട്ടത്, ആ കല്ല് അവിടെ കിടന്നത് എന്നൊരു പ്രയോഗം നടത്തി. അത് ഈ പറയുന്ന താങ്കൾ പൊതുവിൽ പറയുന്ന സ്പിരിറ്റിന് ചേരുന്നതല്ല എന്ന് താങ്കൾക്കും അറിയാമായിരിക്കും. പക്ഷേ അത് ഏത് തരത്തിലാണ് കാണേണ്ടതെന്ന് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു കാര്യം ശ്രീ അരുൺകുമാർ, താങ്കൾ പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിച്ചതെന്നാണല്ലോ. പ്രതിപക്ഷ നേതാവിന് പ്രത്യേകമായി ക്ഷണം എത്തിയോ? ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ക്ലിയറൻസ് വന്ന ശേഷം പ്രതിപക്ഷ നേതാവിനെ പ്രത്യേകമായി ക്ഷണിച്ചോ? ഇവിടെ പ്രധാനമന്ത്രിയുടെ കൺകറൻസ് വരുന്നതിന് മുമ്പ് തുറമുഖ മന്ത്രിയുടെ ലെറ്റർ പാഡിൽ മഹനീയ സാന്നിധ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കൊടുത്തു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള കൺകറൻസ് വന്നതിന് ശേഷം ആ പ്രോഗ്രാം നോട്ടീസ് ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഇൻവിറ്റേഷൻ അദ്ദേഹത്തിന് കൊടുത്തു. ആ നോട്ടീസ് കിട്ടിയതിന് ശേഷം തന്നെയാണ് അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് പൊതുമാധ്യമങ്ങളോട് പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോഗ്രാമിലുള്ള മുഴുവൻ ആളുകളെയും ഔദ്യോഗികമായി ആ പ്രോഗ്രാമിന്റെ കോപ്പി കൊടുത്തുകൊണ്ട് തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അത് പ്രോഗ്രാം വരുന്നതിന് മുമ്പ്, കൺകറൻസ് വരുന്നതിന് മുമ്പും ഈ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ യോജിപ്പിക്കേണ്ട, പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും, ഗവൺമെന്റ് സംവിധാനവും അതുപോലെ ഇതിന്റെ അതോറിറ്റിയും ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും മഹനീയ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള കത്തും കൊടുത്തിട്ടുണ്ട്. ഇൻവിറ്റേഷന്റെ കാര്യത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ തുറമുഖ മന്ത്രി പ്രതിപക്ഷ നേതാവ് വാർഷികാഘോഷം ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിക്കാത്തതെന്ന് പറഞ്ഞതോ? അത് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് തുറമുഖ മന്ത്രി മറുപടി പറഞ്ഞു. പക്ഷേ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാധ്യമങ്ങൾ തിരിച്ചും മറച്ചും ചോദിക്കുമ്പോൾ അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ ചെറിയ കൊതിക്കറവ് കാണിച്ച് മാറി നിൽക്കേണ്ട ഒരു ഉദ്ഘാടനമല്ല ഈ ഉദ്ഘാടനം. ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അഭിമാന പദ്ധതിയാണ് ഇത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇവിടെ ക്രെയിൻ വന്ന സമയത്ത് ഇതേ പ്രതിപക്ഷ നേതാവ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്താണ്. അതിനുശേഷം പിറ്റേ ദിവസം ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത്, എനിക്ക് അതിൽ പങ്കെടുക്കേണ്ടി വന്നു, ഞാനത് പങ്കെടുക്കേണ്ടി വന്നതിൽ ദുഃഖിക്കുന്നു എന്ന രൂപത്തിൽ അതിനെ തള്ളിപ്പറഞ്ഞ് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. കടക്കേണ്ട സ്ഥിതി വന്നാൽ, സാഹചര്യം വന്നാൽ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകൾ വരെ, വാചകങ്ങൾ വരെ പറഞ്ഞുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇനിയായാലും പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സമീപനം തിരുത്തും, നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എല്ലാ വിഭാഗം ആളുകൾക്കും ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുകയാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ ആ പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മുൻകാലങ്ങളിലുള്ള അനുഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും ഈ പരിപാടി ഗംഭീരമായി നാടിന് സമർപ്പിക്കണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കണം എന്ന് PMO തീരുമാനിക്കുമ്പോഴും നിങ്ങൾക്ക് മറു ചോദ്യങ്ങളില്ല. നിങ്ങളുടെ എല്ലാ മറു ചോദ്യങ്ങളും വിഴിഞ്ഞം പദ്ധതിയിൽ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തറക്കല്ലിടുന്നത് വരെയാണെങ്കിൽ അവിടെ വരെ നിർണായകമായി എത്തിച്ച കോൺഗ്രസിനോടാകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ അരുൺകുമാർ? ഒരിക്കലും ഇല്ല. ഈ പറയുന്ന പ്രസ്താവനയ്ക്ക് ഒരു മെറിറ്റും ഇല്ല. ഇപ്പൊ ഇന്ന് തിരുവനന്തപുരം പട്ടണത്തിൽ മുഴുവൻ ആയിരക്കണക്കിന് ബോർഡുകൾ പ്രചരിച്ചിരിക്കുക. ആ ബോർഡ് ഞാൻ കാണിക്കാം. ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിലുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ. അതിന്റെ തൊട്ട് താഴെ, ഏറ്റവും താഴെയുള്ള മനോഹരമായ ഫോട്ടോ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ഫോട്ടോയാണ്. LDF മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇല്ല, തുറമുഖ മന്ത്രിയുടെ ഫോട്ടോ ഇല്ല, കേരളം എന്ന വാക്കില്ല, കേരളത്തിന്റെ ഒരു പദ്ധതിയാണെന്നില്ല, എല്ലാം കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതി എന്ന രൂപത്തിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. കൃത്യമായി നമുക്കറിയാമല്ലോ, ഇവിടെ R ശങ്കർ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ പേരടക്കം ഉണ്ടായിരുന്നിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയ ചരിത്രമുണ്ട്. ആ ഒഴിവാക്കിയ ചരിത്രം ഉണ്ടായിട്ട് ആ പ്രതിമ വച്ചവർ വിളിച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞ സാഹചര്യം വരെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ആ ഓഫീസ് തീരുമാനിക്കുമ്പോൾ ആരൊക്കെ വേണം, എന്തൊക്കെ വേണം എന്ന് അവർ ഒരു നിർദ്ദേശം തന്നാൽ അത് അംഗീകരിച്ചേ പറ്റൂ. ഇത് കൃത്യമായി പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുന്നത്. ഇതിലെല്ലാം ഞങ്ങളുടെ പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ 9 വർഷമായി കേരളം ഭരിക്കുന്ന LDF സർക്കാരിന്റെ നേട്ടം എന്ന രൂപത്തിൽ ഇതിനെ ചിത്രീകരിക്കേണ്ടെന്നും ഈ ഗവൺമെന്റിന് മുമ്പ് 2011 മുതൽ
2016 വരെയുള്ള ഗവൺമെന്റും 2006 മുതൽ 2011 വരെയുള്ള ഗവൺമെന്റും മുൻകാല ഗവൺമെന്റുകളുടെ എല്ലാം തുടർച്ചയാണ് ഈ പദ്ധതി എന്നും അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് കേരളത്തിനാണ് ജനങ്ങൾക്കാണെന്നും കൃത്യമായി തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പിന്നെ ഒറ്റ കാര്യം, ഇവിടെ ഞാൻ ആദ്യം ചർച്ചയുടെ ഭാഗമായി പറഞ്ഞതിൽ ഒരു തരത്തിലുള്ള ആക്ഷേപം പറയാനും ഞാൻ ശ്രമിച്ചില്ല. പക്ഷേ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് താങ്കൾ വീണ്ടും ചോദിച്ചു, കല്ലിട്ടത് വരെ സമ്മതിച്ചു, 2015 ഡിസംബർ വരെയുള്ള കാര്യം സമ്മതിച്ചു. എന്നാൽ 9 വർഷം കൊണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് LDF ഗവൺമെന്റ് അല്ലേ, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലല്ലേ എന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറഞ്ഞത്? അവിടെ പ്രഖ്യാപിച്ച റോഡ് വന്നില്ല, റെയിൽവേ പണി പൂർത്തിയായില്ല, അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല, ആ ജനങ്ങൾക്ക് പരാതിയുണ്ട് എന്ന രൂപത്തിലാണ്. അപ്പോഴും ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ ആ യാഥാർത്ഥ്യത്തെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു, അതിലേക്ക് മാത്രം കടന്നില്ല. എന്താണ് മിസ്റ്റർ, ഈ കേരളത്തിൽ കഴിഞ്ഞ 9 കൊല്ലമായി നടന്ന വികസന പ്രവർത്തനങ്ങളെ എല്ലാം നമ്മൾ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്തില്ലേ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കല്ലിട്ടാൽ കപ്പലോടില്ല എന്ന് പറഞ്ഞ എന്റെ പ്രയോഗം തെറ്റിപ്പോയി എന്ന് ആങ്കർ സൂചിപ്പിച്ചു. ആ പ്രയോഗം ശരിയാണ്. 1996 അല്ലല്ലോ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യത്തെ രൂപരേഖ വരുന്നത്. 1991 ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, ശ്രീ എം വി രാഘവൻ മന്ത്രിയായിരുന്നപ്പോൾ ശിവരാജ വിജയൻ എന്ന് പറയുന്ന തുറമുഖ വകുപ്പിന്റെ ഡയറക്ടറാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖ ആദ്യമായി സർക്കാരിന് കൊടുക്കുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇതിന്റെ നാൾ വഴി 1991 മുതലാണെന്ന് പറഞ്ഞ് വിവരിക്കുമ്പോൾ ഈ സൂം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി 2004 ഇതിന്റെ കരാർ എടുത്തിരുന്നു. ആ കരാറ് കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുക. എന്തുകൊണ്ടാണ് കേന്ദ്രം അതിന് അനുമതി കൊടുക്കാതിരുന്നത്? ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ചൈനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരുടെ കമ്പനിയുണ്ട്, അതുകൊണ്ട് അനുവാദം കൊടുത്തു. ആ 2004 ആ നിർമ്മാണ പ്രവർത്തനത്തിന് കേന്ദ്രം അനുവാദം കൊടുത്തിരുന്നുവെങ്കിൽ എന്നത് പൂർത്തിയാകുമായിരുന്നു. അതിനുശേഷം പാരിസ്ഥിതിക അനുമതി 2010 LDF ആവശ്യപ്പെടുമ്പോൾ ആരാണ് കൊടുക്കാതിരുന്നത്? കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുമ്പോഴല്ലേ കൊടുക്കാതിരുന്നത്? ആ കൊടുക്കാതിരുന്ന പാരിസ്ഥിതിക അനുമതി 2015 കിട്ടുന്നു.